ആ എന്താ ചെയ്യാ പോവാ? ഇതാ പോയിക്കണ ഒരു 5-6 പോയിക്കണം. ആ കണക്കൊക്കെ നോട്ടെ. ഇതിലിപ്പോ തേപ്പിന്റെ ആൾ അധികം പോയിട്ടുണ്ട്. ആ തേപ്പിന്റെ മെറ്റീന് ഒരു ലോഡറ്റേ പോയിട്ടുള്ളൂ. തേപ്പ് എത്ര ലോഡ് പോയി? തേപ്പ് ഒരു 6 തേപ്പ്. മറ്റേ പടവ് എത്ര പോയി? പടവ് ഒപ്പം ഒന്ന് പോയിട്ടുള്ളൂ. ഇന്ന് പടവിന് ആളില്ല. വണ്ടി ഏതൊക്കെ വന്നിക്കണെന്ന്? നിസാനാണ്. അല്ലേ? ഖാദറിന്റെ വണ്ടി വന്നിട്ടില്ല? ഖാദറിന്റെ വന്നിട്ടില്ല. അല്ല ഇതില് പിന്നെ തേപ്പിന്റെ 6 പോയി പറഞ്ഞിട്ട് ആകെ ഇതില് പിന്നെ 4 എഴുതിയിട്ടുള്ളല്ലോ. അതിന് ഞാൻ എന്താ കാട്ടില്ല, ഞാന് വേറെ കല്യാണം അപ്പൊ അവിടേക്ക് പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പടെ ചെങ്ങായി അന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ഇവിടെ ഏൽപ്പിച്ച് കണ്ടല്ലേ ഞാൻ 4 പോണ്ടേ. എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്തെന്നുണ്ട് ജിന്നോട് വിളിച്ചായിരുന്നു. ആരെങ്കിലും കാണുന്ന പോലെ പിടിച്ചാക്കിയാണ് വേണ്ടപ്പെട്ടവനെ ആക്കിയത്. ഇനി പോകാൻ അതിന് എഴുതിക്കണം. പരിപാടി ഇപ്പൊ എന്റെ അടുത്ത് പല വട്ടുള്ള അതുകൊണ്ട് ഇജ്ജൊരു കാര്യം വേറെ എവിടെയെങ്കിലും പണി അന്വേഷിച്ചു. ഞാൻ ഓടുക ഏത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്റെ അടുത്ത് ഞാൻ എനിക്ക് തരാൻ പറ്റിയ നിങ്ങളെ പണിക്കാൻ പണി പകുതിയിലേറെ തലയും പാടില്ലാതെ കിട്ടില്ല. എത്ര ഞാൻ പോകണേ നടക്ക്. പണി എന്തെങ്കിലും ഉണ്ടോ? ഒരാളെ കിട്ടണം എന്നുള്ള ആൾക്ക് നിക്കേനായിരുന്നു. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പണി ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാല് രാവിലെ 5:30 മണി 6 മണിയാകുമ്പോത്തിന് നമ്മളെ ലോഡ് എടുക്കാനുള്ള വണ്ടി വരും. ആയിക്കോട്ടെ. അപ്പൊ അത് കൃത്യമായിട്ട് കയറ്റി കൊടുക്കുക. ചെയ്തോളാം. മനസ്സിലായില്ലേ? അത് എത്ര ലോഡ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ബുക്കിൽ എഴുതി വെക്കുക. ഇതിൽ കള്ളത്തരം ചെയ്യരുത്. ഇല്ല, മനസ്സിലായില്ലേ? ഇവിടെ പൊരുത്തുണ്ടായിട്ട് തന്നെ ഓന്റെ തരികിടോണ്ട് ഓനെ ഒഴിവാക്കിയതാ. ആയിക്കോട്ടെ. അപ്പൊ അത്തരം പണി എടുക്കരുത്. കൃത്യമായിട്ട് ഇത്ര ലോഡ് പോയി ഇത്ര ഇത് വന്ന് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കുക. ആയിക്കോട്ടെ. അതിന് നിങ്ങൾക്ക് പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞ് പോകാം. ആയിക്കോട്ടെ കേട്ടാ. അപ്പൊ ശമ്പളം എങ്ങനെ? ശമ്പളം ഇപ്പൊ നിങ്ങള് വലിയ ശമ്പളം ഒന്നും ഉദ്ദേശിച്ചാൽ അത് കിട്ടൂല. കാരണം ഇതിമ്മ വലിയ മല്ല് കെട്ടിയ പണിയൊന്നും ഇല്ലല്ലോ. അതെ. വണ്ടി വരിക, അതിൽ ആ JCB കോരിയിടുന്ന പോകണം. നിങ്ങൾക്ക് ആ എഴുതിയൊക്കെയുള്ള പണിയുള്ളൂ. അതെ. അതുകൊണ്ട് 500 ഉറുപ്പ്യ വെച്ച് കണ്ട് ദിവസം 500 ഉറുപ്പ്യ, മാസം 15 ഉറുപ്പ്യ. അത് കൃത്യമായിട്ട് ആയിക്കോട്ടെ അടുത്ത് തരും. ദിവസം 500, മാസം 15. അതിന് പിന്നെ അങ്ങോട്ട് കിട്ടുന്ന പറയുന്നത് ഇല്ല. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ആയിക്കോട്ടെ. അതാണ് ഇപ്പൊ നടക്കുള്ളൂ. മറ്റേതിപ്പോ അതല്ലല്ലോ ഇപ്പൊ ഞാൻ ഓനോട് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്താ ദിവസം 500 മാസം 15 വേണമെന്നാവൻ പറഞ്ഞു. അപ്പൊ 15 30 ഇവിടെ അല്ല അതെ എങ്ങനെ ശമ്പളം പറഞ്ഞു കൊടുത്ത എന്തോ ഒരു ലേശം ഒരു തറാറുള്ളാരി തോന്നുന്നുണ്ട് എനിക്ക്. അതെന്താ? എങ്ങനെ ഇപ്പൊ പറഞ്ഞ എങ്ങനെ? ദിവസം 500, മാസം 15. അങ്ങനല്ല, ആകെ 500 ഉറുപ്പ്യാണ് എനിക്ക് കൂലി. അത് മാസത്ത് തരികയാണെങ്കിൽ 15 ഉറുപ്പ്യ, അല്ല ദിവസം വാങ്ങണി ആ 500 കിട്ടുള്ളൂ. അല്ലാതെ 30 ഉറുപ്പ്യ ഇതാണ്. അതിന്റെ അടുത്ത് ലേശം വെച്ചല്ലേ. അല്ലെങ്കിൽ അതിന്റെ കണക്ക് വെച്ചിട്ട് കണ്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ വീമ്പോ പോകുന്നുണ്ട്. അതിനൊക്കൂലാക്കാം. അതിനൊക്കെ അത് നമുക്കൊരു നഷ്ടം. അത് നല്ല കഥ. ഞാൻ ഇപ്പൊ തന്നെ പെട്ടി അത് വയ്ക്കാം.